എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഡെയിലി ന്യൂസിൽ ഫസ്റ്റ് ന്യൂസ് നമ്മൾ നോക്കുന്നത് RBI കീപ്സ് റെപ്പോ റേറ്റ് ഓൺ ഹോൾഡ്. അതായത് റെപ്പോ റേറ്റ് കൂട്ടുന്നതിലും കുറയ്ക്കുന്നതിലും ഒന്നും മാറ്റമൊന്നും വരുത്തുന്നില്ല. ഇപ്പോൾ ഏകദേശം 6.5 ആണ് നമ്മുടെ റെപ്പോ റേറ്റ് വരുന്നത്. അത് തന്നെ ഹോൾഡ് ചെയ്തേക്കുക എന്നാണ് ഈ ന്യൂസ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുഡ് പ്രൈസസിൻ്റെ പ്രൈസ് കൂടുതലാണ്. അപ്പം ആ ഒരു രീതിയിൽ അൺചേഞ്ച്ഡ് ആയിട്ട് വെക്കാനാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ തീരുമാനം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം നോക്കുന്ന മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് എന്താണെന്നാണ്. നമ്മൾ ഇതിനകത്ത് മോണിറ്ററി ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറയുന്ന മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് എന്താണെന്ന് നോക്കും, അല്ലെങ്കിൽ മോണിറ്ററി പോളിസി എന്താണെന്ന് നോക്കും. പിന്നെ റെപ്പോ റേറ്റ് ആൻഡ് റിവേഴ്സ് റെപ്പോ എന്താണെന്ന് നോക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി അതിൻ്റെ കോമ്പോസിഷനും ആരാണ് ചെയർമാൻ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ നോക്കും. ഓക്കെ, പിന്നെ ഈ മോണിറ്ററി പോളിസി ഇതിനകത്ത് നമുക്ക് കുറേ ഇതുണ്ട്, ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട് മോണിറ്ററി പോളിസിയുടെ. അത് നിങ്ങൾ നോക്കണം. കാരണം നമുക്ക് എക്കണോമി സിലബസിൽ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. മാർജിൻ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ആയിക്കോട്ടെ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, അങ്ങനെ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അത് നിങ്ങൾ ഇൻഡിവിജ്വലി നോക്കണം. ഞാൻ ഇതിൽ ഏതായാലും റെപ്പോയും റിവേഴ്സ് റെപ്പോയും നമ്മൾ ഒരു ബ്രീഫായിട്ട് പറഞ്ഞു പോകും. ഓക്കെ, അപ്പം മോണിറ്ററി പോളിസി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് അല്ലെങ്കിൽ ഗവൺമെൻറ് ബഡ്ജറ്റിനെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോഴേക്കും ആക്ച്വലി എന്താ, നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പണമിടപാട് അല്ലെങ്കിൽ മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇറക്കുന്ന ഒരു ഫ്രെയിംവർക്കാണ് മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി RBI ആക്ടിനെ 2016 അമെൻഡ് ചെയ്തിട്ട് ഈ മോണിറ്ററി ഫ്രെയിംവർക്കിനെ ഓപ്പറേറ്റ് ചെയ്യാൻ സെൻട്രൽ ബാങ്കിന് ഒരു ലെജിസ്ലേറ്റീവ് മാൻഡേറ്റ് കൊടുത്തു. അങ്ങനെയാണ് RBI ആണ് എന്താണ് നമ്മുടെ നാട്ടിലെ മോണിറ്ററി മെഷേഴ്സ് എല്ലാം എടുത്ത് നമ്മുടെ നാട്ടിലെ മണി ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുമ്പോഴേക്ക് എന്താ, ഇത് ഈ മണി ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുന്ന പറയുമ്പോഴേക്ക് നമുക്കറിയാം ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഇൻഫ്ലേഷന് ആണ് ഈ മോണിറ്ററി പോളിസി കൺട്രോൾ ചെയ്യുന്നത്. ഇത് ആക്ച്വലി എന്താ, ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചാണ് ഈ ഇൻഫ്ലേഷനെയും ലിക്വിഡിറ്റീനെയും സെൻട്രൽ ബാങ്ക് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതാണ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ഓഫ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇതിനകത്തുള്ള രണ്ട് ഇൻസ്ട്രുമെൻ്റ് ആണ് റെപ്പോ റേറ്റും റിവേഴ്സ് റെപ്പോ റേറ്റും. അപ്പോൾ റെപ്പോ റേറ്റ് എന്ന് പറയുന്നത് എന്താ, ഇപ്പം ഈ സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ലോൺ കൊടുക്കും, പൈസ കൊടുക്കും. ഓക്കെ, കുറച്ച് നാളത്തേക്ക്. അപ്പോൾ ആ ലോൺ കൊടുക്കുന്നതിന് സെൻട്രൽ ബാങ്ക് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിവേഴ്സ് റെപ്പോ എന്ന് പറയുമ്പോഴേക്കും ഈ സെൻട്രൽ ബാങ്കിന് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ലോൺ കൊടുക്കും. അത് നമ്മൾ ലോൺ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് അങ്ങനെ എടുത്താൽ ചിലപ്പോൾ ഇച്ചിരി മിസ്റ്റേക്ക് വരും. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ കൺസിഡർ ചെയ്താൽ മതി, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് സെൻട്രൽ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴേക്കും സെൻട്രൽ ബാങ്ക് ഇവർക്ക് തരുന്ന പൈസ അതാണ് ഇൻട്രസ്റ്റ് റേറ്റ്, അതാണ് റിവേഴ്സ് റെപ്പോ റേറ്റ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ഫണ്ട് ഡെഫിഷ്യൻസി വരുമ്പോൾ അവരുടെ പൈസ ഇല്ലാത്ത സമയത്താണ് ഇവർ സെൻട്രൽ ബാങ്കിൻ്റെ നിന്ന് പൈസ കടം വാങ്ങിക്കുന്നത്. ഓക്കെ, റിവേഴ്സ് റെപ്പോ റേറ്റിൻ്റെ കേസിൽ ലിക്വിഡിറ്റി, അതായത് പണപ്പെരുപ്പം, മണി ഫ്ലോ കൺട്രോൾ ചെയ്യാനായിട്ട്, മണി സപ്ലൈ കൺട്രോൾ ചെയ്യാനായിട്ടാണ് റിവേഴ്സ് റെപ്പോ റേറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റെപ്പോ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കമ്പാരിസൺ നമ്മൾ നോക്കും. റെപ്പോ റേറ്റ് എന്ന് പറയുന്നത് കൂടുതലാണ്, റിവേഴ്സ് റെപ്പോ റേറ്റ് കുറച്ചുകൂടെ കുറവാണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോഴേക്ക് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത് 6.5 ആണ് കറണ്ട് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത്. ബാങ്ക് റേറ്റ് നമ്മൾ നോക്കുമ്പോൾ 5.15 ആണ്, റിവേഴ്സ് റെപ്പോ റേറ്റ് 3.35 ആണ്. ഓക്കെ, അപ്പം ഞാൻ ഈ 3 റേറ്റ് ഇടാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓർത്തോണെങ്കിൽ ബാങ്ക് റേറ്റിൻ്റെ നടുക്കായിട്ടാണ് അതാണ് നടുക്കായിട്ട് വരുന്നത്. അതിൻ്റെ മുകളിൽ ഏറ്റവും കൂടുതൽ വരുന്ന റെപ്പോ റേറ്റും താഴെ വരുന്നത് റിവേഴ്സ് റെപ്പോ റേറ്റും. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം. കാരണം ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഇതിൽ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിക്രീസിങ് ഓർഡർ, ഇൻക്രീസിങ് ഓർഡർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം. ഓക്കെ, ആ ഒരു പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുമുണ്ട് PYQവിൽ പ്രിലിംസിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ റെപ്പോ റേറ്റ് കൺട്രോൾ ചെയ്യുന്ന ഇൻഫ്ലേഷനാണ്, റിവേഴ്സ് റെപ്പോ റേറ്റ് കൺട്രോൾ ചെയ്യുന്ന മണി സപ്ലൈ എന്ന ഇക്കണോമിയാണ്. ഓക്കെ, ഇത് എന്താണ്, ഒരു റീപർച്ചേസ് അഗ്രിമെൻറ്റിലാണ് ഇത് ചാർജ് ചെയ്യുന്നത്. പിന്നെ മറ്റേത് റിവേഴ്സ് റീപർച്ചേസ് അഗ്രിമെൻറ്റിൽ ചാർജ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്. മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത് എന്താ, അണ്ടർ സെക്ഷൻ 45ZB ഓഫ് RBI ആക്ട് ഓഫ് 1934 ഇത് വരുന്നത്. അതിൽ 6 മെമ്പേഴ്സ് ഉണ്ട് മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ്? ഇതിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്ന RBI ഗവർണറാണ്. ഡെപ്യൂട്ടി ഗവർണർ ഇൻ ചാർജ് ഓഫ് മോണിറ്ററി പോളിസി, പിന്നെ ഓഫീസർ ഓഫ് ദ ബാങ്ക് ടു ബി നോമിനേറ്റഡ് ബൈ ദ സെൻട്രൽ
ബോർഡ്, പിന്നെ 3 persons അപ്പോയിൻറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി അങ്ങനെ ഒരു പ്രിഫറൻസ് ഇല്ല, പക്ഷേ ജസ്റ്റ് കണ്ടീഷൻസ് പറയുന്നത് ഈ 3 പേര് മസ്റ്റ് ബി ഇൻ ദ ഫോം ഓഫ് പേഴ്സൺസ് ഓഫ് എബിലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് സ്റ്റാൻഡിങ്, ഹാവിംഗ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് എക്കണോമിക്സ് ഓർ ബാങ്കിങ് ഓർ ഫൈനാൻസ് ഓർ മോണിറ്ററി പോളിസി. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നതും അറിവുള്ള ആൾക്കാരെ വേണം ആ 3 പേരായിട്ട് സെൻട്രൽ ഗവൺമെൻറ് സെലക്ട് ചെയ്യാനെന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ന്യൂസ് നമ്മൾ പോകുമ്പോഴേക്കും ഉള്ളത് FCRA കുറിച്ചാണ്. നമ്മൾ FCRA കുറിച്ച് നമ്മൾ പ്രീവിയസ്ലി നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ FCRA കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കറണ്ട് അഫയേഴ്സിൽ. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ എടുക്കുന്നത്, എസ്പെഷ്യലി പ്രിലിംസ് ഒക്കെ വരുമ്പോൾ. ഓക്കെ, FCRA എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം അത് ഫോറിൻ കോൺട്രിബ്യൂഷൻസ് ആക്റ്റാണ്. പുറത്തുനിന്ന് നമുക്ക് വരുന്ന ഫണ്ടിനെ കൺട്രോൾ ചെയ്യുന്ന, അതായത് NGOസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന, അവർക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ആക്റ്റാണ്. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ നോക്കും, ചാലഞ്ചസും നമ്മൾ നോക്കും. ഓക്കെ, അപ്പം ഇതിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻസ് റെഗുലേഷൻ ആക്ടിൽ ഇത് 1976 ഡ്യൂറിങ് എമർജൻസി ടൈമിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാരണം ഇന്ത്യൻ ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസിന് കോൺട്രിബ്യൂഷൻ, ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ തടയാനായിട്ടൊക്കെയാണ് അത് തുടങ്ങിയത്. അതാണ് അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ പോയിന്റ് ഓഫ് വ്യൂ. പിന്നെ ഈ ഫണ്ട് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ, നമ്മുടെ സിവിൽ സൊസൈറ്റീനെ വേണ്ടാത്ത രീതിയിൽ ബാധിക്കാതിരിക്കാനായിട്ടുമാണ് അവർ ആ സമയത്ത് FCRA കൊണ്ടുവന്നത്. ഓക്കെ, FCRA emerged during the emergency period due to concerns about foreign interference in Indian affairs through financial support. ഓക്കെ, പിന്നെ 2010 ഇതിന് അമെൻമെൻറ്റ് കൊണ്ടുവന്നു, prohibiting the acceptance and utilization of foreign contributions for activities, ആൻറ്റി നാഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് എതിരെ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഈ പൈസ ഉപയോഗിക്കുന്നതെങ്കിൽ അത് തടയാനായിട്ട് ഉള്ള അമെൻമെൻറ്റ് വന്നു. പിന്നെ 2010 10 വർഷത്തിന് ശേഷം നമുക്കറിയാം ഈ മോഡി ഗവൺമെൻറ് കാലത്തിലാണ് പിന്നെയും കുറച്ചുകൂടി റെഗുലേഷൻസ് കൊണ്ടുവന്നു. അവർ പർട്ടിക്കുലർ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. SBIയുടെ ഡൽഹി ബ്രാഞ്ചിൽ ഈ ബാങ്ക് അക്കൗണ്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. എല്ലാ വർഷവും കംപ്ലയൻസ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ആർക്കൊക്കെ പൈസ കൊടുക്കാം, ആർക്കൊക്കെ എത്ര ലിമിറ്റിൽ കൊടുക്കാൻ പറ്റും, പിന്നെ റിലീജിയസ് കൺവേർഷൻസിന് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ട് 2020 ഒരു അമെൻമെൻറ്റ് വന്നു. ആ അമെൻമെൻറ്റ് വന്നപ്പോഴാണ് FCRA ആക്ട് കുറച്ചുകൂടി ലൈം ലൈറ്റിൽ വരുന്നത്. പിന്നെ തൊട്ട് നമുക്ക് FCRA കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോണ്ടിരിക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഫ്രെയിം വർക്ക്. അപ്പോൾ ഇതിൻ്റെ റെഗുലേറ്ററി ഫ്രെയിം വർക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഓക്കെ, രജിസ്ട്രേഷൻ അണ്ടർ FCRA ഈസ് മാൻഡേറ്ററി ഫോർ ഇൻഡിവിജ്വൽസ് ഓർ അസോസിയേഷൻസ്. ആ അസോസിയേഷൻസ് എന്താ, ഇപ്പോൾ ഫോറിൻ ഡൊണേഷൻസ് ഫോർ കൾച്ചറൽ, എക്കണോമിക്, എഡ്യൂക്കേഷണൽ ഓർ റിലീജിയസ് അല്ലെങ്കിൽ സോഷ്യൽ പ്രോഗ്രാംസിന് അങ്ങനെയുള്ള NGOs ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഫോറിൻ കൺട്രീസിൽ നിന്ന് കിട്ടുന്ന ഡൊണേഷൻസ് FCRAയിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം, എന്നാലേ അവർക്കത് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതിൽ എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഈ ഫണ്ട് ഒരിക്കലും റിലീജിയസ് കൺവേർഷൻസ് അല്ലെങ്കിൽ കമ്മ്യൂണൽ ഡിസാർമണി, സെഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആൻറ്റി ഗവൺമെൻറ് അല്ലെങ്കിൽ ആൻറ്റി ഇന്ത്യ ഇതിൽ പോകാൻ പറ്റത്തില്ല. പിന്നെ അതായത് നമ്മുടെ ഒരു സെപ്പറേഷൻ ആൻറ്റി ഇത് തന്നെ ആൻറ്റി ഇന്ത്യ അല്ലെങ്കിൽ ആൻറ്റി കൺട്രി ഫോമിൽ ഉള്ള രീതിയിലുള്ള ആക്ടിവിറ്റീസിന് ഈ ആപ്ലിക്കൻസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെയുള്ളവർ എലിജിബിൾ അല്ല. FCRA രജിസ്ട്രേഷൻ ഈസ് വാലിഡ് ഫോർ 5 years. NGOs മസ്റ്റ് അപ്ലൈ ഫോർ റിന്യൂവൽ എവറി 6 months. ഓക്കെ, പിന്നെ അങ്ങനെ ഒരു രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ അത് ക്യാൻസലായി പോകും. രജിസ്ട്രേഷൻ ഈസ് പ്രൊഹിബിറ്റഡ് ഫോർ 5 years. ഓക്കെ, ഇത് ഈ 2022 FCRA റൂൾസ് ഇൻക്രീസ് ദ നമ്പർ ഓഫ് കോമ്പൗണ്ടബിൾ ഒഫൻസസ് ആൻഡ് റേസ് ദ ലിമിറ്റ് ഓഫ് കോൺട്രിബ്യൂഷൻസ് ഫ്രം റിലേറ്റീവ്സ്. അപ്പം ഈ പുറത്തുനിന്നുള്ള റിലേറ്റീവ്സിൽ നിന്നുള്ള ഫണ്ട് വരുന്നതിന് കുറച്ച് ലിമിറ്റ് അവർ കൂട്ടിയിട്ടുണ്ട്. പിന്നെ കൺസേൺസ് ആൻഡ് ചാലഞ്ചസ് എന്ന് പറയുമ്പോഴേക്കും എന്താ, നമുക്ക് NGOs എന്ന് പറയുന്നത് സോഷ്യൽ അപ്ലിഫ്റ്റ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും. ഈ പാവപ്പെട്ട ഏരിയാസിലൊക്കെ പോയി അവർ എഡ്യൂക്കേഷൻ കൊടുക്കുന്നവരായിരിക്കും. ഓക്കെ, അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കും. അപ്പം ഇതിനകത്ത് ഈ FCRA ആക്ട് വന്ന സമയത്ത് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി, നമ്മുടെ മദർ തെരേസയുടെ ഇവർക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര അപ്രോർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആ ഒരു കാരണം അവരൊക്കെ എന്ന് പറയുമ്പം ഈ NGOs എന്ന് പറയുമ്പം ബ്രോഡ്ലി നമ്മൾ നോക്കുന്നത് നമുക്ക് ഗവൺമെൻറ്റിന് ഇടപെടാൻ പറ്റാത്ത ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് NGOs എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അവിടെ സോഷ്യൽ അപ്ലിഫ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്ന ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫേംസാണ് NGOs എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആക്ച്വലി ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇവർ എന്താണ്, ഇവർക്ക് ആക്ച്വലി കണ്ടിന്യൂസ് ആയിട്ട് സാലറിയോ അങ്ങനെയൊന്നും കിട്ടുന്ന ആൾക്കാരല്ല. ഇവർ ഈ കോൺട്രിബ്യൂഷൻസ് ഒക്കെ വഴി, ഡൊണേഷൻസ് ഒക്കെ വഴിയാണ് ഇവരുടെ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ NGOs ഫേസ്
സ്ട്രിക്റ്റ് കംപ്ലയൻസ് റിക്വയർമെൻറ്റ്സ്, എക്സ്റ്റെൻസീവ് ഡോക്യുമെൻറ്റേഷൻ ആൻഡ് ഇമ്പരേറ്റീവ് ആംബിഗ്യൂറ്റി. അപ്പം ഇവർക്ക് ഇങ്ങനെ വരുമ്പോഴേക്കും എന്താ ഒത്തിരി സ്ട്രിങ്സ് അറ്റാച്ച്ഡ് ആണ് ഇവർക്ക്. ഈ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഡോക്യുമെൻറ്റേഷനോ അങ്ങനെ കാര്യങ്ങളൊക്കെ അവരുടെ അതിന് കുറേ ഓടണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരുടെ മെയിൻ എയിം ഓഫ് സോഷ്യൽ അപ്ലിഫ്റ്റ്മെൻറ്റിൽ അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേസ് ഇൻ രജിസ്ട്രേഷൻ ആൻഡ് റിന്യൂവൽ പ്രോസസ്സസ് എന്താണ് ഈ ഫണ്ടിങ് കിട്ടാനായിട്ട് അവരെ ആക്സസ് ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല. ഓക്കെ, കൺസേൺസ് ഹാവ് ബീൻ റേസ്ഡ് അബൌട്ട് ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ഇൻ യൂട്ടിലൈസേഷൻ ഓഫ് ഫോറിൻ ഫണ്ട്സ് ബൈ സം NGOs. അപ്പം ഈ NGOs ഫംഗ്ഷൻ ചെയ്യുന്നതിലും ചില കേസസിൽ ട്രാൻസ്പെറൻസി ഇല്ല. ഓക്കെ, അപ്പോൾ അവരുടെ ബെനിഫിഷ്യറീസ് ആരാണ് ഈ ഫണ്ട് അയക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ ചിലപ്പോൾ പുറത്ത് പറയത്തില്ല. ഓക്കെ, കോംപ്ലക്സ് രജിസ്ട്രേഷൻ പ്രോസസ് ആൻഡ് ഹൈ ഡിനയൽ റേറ്റ്സ് ഹാവ് ലെഡ് ടു അൺഈവൻ ആക്സസ് ഓഫ് ഫണ്ടിങ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള രീതിയിൽ ഫണ്ടിങ് വരാത്തപ്പോഴേക്കും ഇല്ലീഗൽ മെത്തേഡ്സിലൂടെ ആൾക്കാർ ഫണ്ട് നോക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോഴേക്കും എന്താ ഈ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇല്ലീഗൽ നോട്ട്സ് കൺട്രിയിൽ വരും. ഇപ്പം ഈ ആൻറ്റി നാഷണൽ എലമെൻറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ രീതിയിൽ അവർ ഫണ്ട് സ്വരൂപിക്കാൻ നോക്കും. ഓക്കെ, അതൊക്കെ അതിൻ്റെ ഒരു റിപ്പർക്കഷൻസ് എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ദീസ് ആർ അപ്രിഹെൻഷൻസ് അബൌട്ട് പൊട്ടൻഷ്യൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. അതായത് നമുക്കറിയാം പൊളിറ്റിക്കൽ അജണ്ടയോടെ ആണ് മിക്ക കേസിൽ ഈ FCRA എന്ന് പറയുന്ന കാര്യം ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, ചില കമ്മ്യൂണിറ്റീസിന് അവർ ഫണ്ടിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ വരുമ്പോഴേക്കും എന്താണ് ഈ NGOസിന് ഈ FCRAയിൽ അല്ലെങ്കിൽ അതോറിറ്റീസിലുള്ള ട്രസ്റ്റ് കുറയും. അപ്പോൾ ഇതിൻ്റെ വേ ഫോർവേഡ് എന്ന് പറയുന്നത് പീരിയോഡിക് റിവ്യൂ ആൻഡ് റിഫൈൻമെൻറ്റ് ഓഫ് FCRA ഫ്രെയിംവർക്ക്, പിന്നെ എൻഹാൻസിങ് കൊളാബറേഷൻ ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് ദ NGO സെക്ടർ ത്രൂ കൺസൾട്ടേറ്റീവ് പ്രോസസ്സ്. അതായത് NGOസിൻ്റെ പ്രശ്നങ്ങൾ ഗവൺമെൻറ് മനസ്സിലാക്കണം. കാരണം ഇവർക്കിപ്പോൾ രജിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ലീഗൽ ഹേർഡിൽസിൽ കുറേ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഇവർ ചെയ്യേണ്ട കാര്യം ഇവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ലിവറേജിങ് ടെക്നോളജി ഫോർ സ്ട്രീം ലൈൻഡ് പ്രോസസ്സസ്, ഇപ്പോൾ റിയൽ ടൈം മോണിറ്ററിംഗ്. ഇപ്പോൾ മണി ഫ്ലോ ആണെങ്കിലും ഇവർക്ക് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ പ്രോപ്പറായിട്ട് ഈ ഇതൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കംപ്ലയൻസ് എന്ന് പറയുന്നത് ഒത്തിരി റിഗറസ് ആയിട്ടുള്ള ഒരു ജോബ് ആക്കാതെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഇത് കൊണ്ടുപോകണം. ഫോസ്റ്ററിങ് ആൻഡ് എനേബിളിംഗ് എൻവയോൺമെൻറ്റ് ഫോർ NGOs ടു കോൺട്രിബ്യൂട്ട് ടു സൊസൈറ്റൽ ഡെവലപ്മെൻറ്റ് വൈൽ സേഫ് ഗാർഡിംഗ് നാഷണൽ ഇൻട്രസ്റ്റ് ത്രൂ എഫക്റ്റീവ് റെഗുലേഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ. ഓക്കെ, അപ്പം അതാണ് FCRA ആക്ടിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഉണ്ടല്ലോ, ഈ ഒരു എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതൊരു റിവ്യൂ ആണ് നമ്മുടെ 17th ലോക്സഭയെക്കുറിച്ച്. കഴിഞ്ഞ 5 വർഷം ലോക്സഭയിൽ എങ്ങനെയായിരുന്നു. ഇതിൽ പക്ഷേ അറ്റൻഡൻസിനെ കുറിച്ച് മാത്രം പറയുന്നില്ല. ഇതിൽ ക്വസ്റ്റ്യൻസിനെ കുറിച്ചും ഏത് മിനിസ്ട്രീനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത്, കൂടുതൽ ഇമ്പോർട്ടൻസ് ഏത് മിനിസ്ട്രിക്കായിരുന്നു വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പം ഈ ഡേറ്റ ആക്ച്വലി നിങ്ങൾ മെയിൻസിൽ ആൻസർ എഴുതുമ്പോഴേക്കും നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്ന ഡേറ്റാസാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഇതാണ്. ഈ 5 വർഷം നമ്മുടെ പാർലമെൻറ്റിൽ MPs ആരെക്കുറിച്ചാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് റേസ് ചെയ്തത്. പ്രൈം മിനിസ്റ്റർ ഓഫീസിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് റേസ് ചെയ്തിട്ടുണ്ട്. എത്ര എണ്ണം കഴിഞ്ഞ ടേമിനെ വെച്ച് നോക്കുമ്പോഴേക്കും കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് പ്യൂർലി ഡേറ്റ ബേസ്ഡ് ആയിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കോട്ട് ചെയ്യാം. എന്തെങ്കിലും പാർലമെൻ്ററി ഫംഗ്ഷനെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, മെയിൻസിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ പോയിൻറ്റ്സ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഡേറ്റ അനാലിസിസ് എടുക്കുമ്പോഴേക്കും നമുക്കറിയാം ഇതിൽ എക്സിക്യൂട്ടീവ് ഓഫീസ്, അതിൽ പ്രൈം മിനിസ്റ്റർ ഓഫീസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം MPs ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ടേമിൽ 1146 ക്വസ്റ്റ്യൻസ് രാജ്യസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം വെറും 22 ഉള്ളൂ. ലോക്സഭയുടെ കേസിലാണെങ്കിൽ 5000 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് ഈ പ്രാവശ്യം 1700 ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ഈ മിനിസ്ട്രീസ് തമ്മിലുള്ള ഡിഫറൻസസ് ഉണ്ട്. ഈ പ്രാവശ്യം നമുക്ക് കൂടുതലും മിനിസ്ട്രീസ്, അതായത് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിനെ കുറിച്ച് അവർക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സിനെ കുറിച്ച് കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കോവിഡ് ഈ ഒരു ടേമിലാണ് നടന്നത്. അപ്പോൾ ആ സമയത്ത് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിനെ കുറിച്ച് ആ ഒരു മിനിസ്ട്രിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് നടന്നു. അപ്പോൾ ആ ഒരു സിനാരിയോയിൽ അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ മിനിസ്ട്രിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് 2 ടോപ്പ് മിനിസ്ട്രീസ് ഹയസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടിയത്. ഓക്കെ, പിന്നെ സ്ക്രൂട്ടണി ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം. അപ്പോൾ ഈ കോവിഡ് കാലത്ത് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ പോരായ്മകളെക്കുറിച്ച് കൂടുതൽ സ്ക്രൂട്ടണി ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ നാഷണൽ സെക്യൂരിറ്റി, ഇൻറ്റേർണൽ അഫയേഴ്സ്. അതായത് നമുക്കറിയാം ഹോം അഫയേഴ്സിൽ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ മോസ്റ്റ് ക്വസ്റ്റ്യൻസ് ആസ്റ്റ് ചെയ്ത മിനിസ്ട്രിയാണ്, സെക്കൻഡ് മോസ്റ്റ് ക്വസ്റ്റ്യൻഡ് മിനിസ്ട്രി ആയിരുന്നു ഹോം അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് റിലേറ്റീവ്ലി കുറഞ്ഞു. ഓക്കെ,
ഈ നേഷൻ്റെ പ്രയോറിറ്റി റിഗാർഡിങ് നാഷണൽ സെക്യൂരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഭയങ്കരമായിട്ട് ഡിക്ലൈൻ ചെയ്തു. പിന്നെ ഫൈനാൻഷ്യൽ ഓവർസൈറ്റ് ഇതെന്ന് പറയുമ്പോഴേക്കും എന്താണ്, ഈ നമ്മുടെ കൺട്രി ആക്ച്വലി ഒരു ട്രാൻസിഷൻ സ്റ്റേജിലാണ് ടു ബിക്കം ടോപ്പ് 5 ഗ്ലോബൽ എക്കണോമിക് പവർ. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഈ ഫൈനാൻസ് മിനിസ്ട്രിയിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കുറഞ്ഞു. അത് ബോത്ത് രാജ്യസഭയിലും ലോക്സഭയിലും കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഈ ഫൈനാൻസ് മിനിസ്ട്രിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ പാറ്റേൺ ഉണ്ട്. അതിലൊരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇത് മോർ ഫോക്കസ്ഡ് ഓൺ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ്. അപ്പം ഈ കൂടുതലും ഈ ട്രാൻസ്പെറൻസി ഇൻവോൾവ് ഇൻ ഫൈനാൻഷ്യൽ സെക്ടറിനെ പറ്റിയാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ചേഞ്ച് അതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയുന്നത് എഡ്യൂക്കേഷനെ കുറിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിനെ കുറിച്ച് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടി, പിന്നെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കൂടി, പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിരുന്നു എഡ്യൂക്കേഷൻ. അപ്പോൾ കോവിഡ് പാൻഡമിക്കിൻ്റെ കേസിലാണെങ്കിലും ടോപ്പ് 5 മിനിസ്ട്രീസിൽ എഡ്യൂക്കേഷൻ ഭയങ്കര റിഗറസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്ത ഒരു മിനിസ്ട്രി ആയിരുന്നു. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോഴേക്കും ഈ ഡിസലൗഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഡിസലൗഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴേക്കും ചില ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കുമ്പോഴേക്കും ആ ക്വസ്റ്റ്യൻസ് ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ട്ലി നേഷനാണ്, അപ്പോൾ ആ ഫ്രണ്ട്ലി നേഷനെ ഡിസ്കോട്ടിയസ് ആയിട്ട് അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന നിലയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ റേസ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഒരു പോളിസീനെ പറ്റി ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ആ ക്വസ്റ്റ്യനെ ഡിസലോ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിസലോ ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇൻ ലോക്സഭ ദ പെർസെൻറ്റേജ് ഓഫ് ഡിസലോഡ് ക്വസ്റ്റ്യൻസ് ആർ ഷോൺ എ ഡൗൺവേർഡ് ട്രജക്ടറീസ്. അപ്പം രാജ്യസഭയുടെ കേസിലാണെങ്കിൽ അത് ഡിസലോഡ് ക്വസ്റ്റ്യൻസ് ഗ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ ഡിസലോഡ് ക്വസ്റ്റ്യൻസ് വരുന്നത് കീ മിനിസ്ട്രീസ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ഹോം അഫയേഴ്സ്, ഡിഫൻസ്, അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആൻഡ് ഫൈനാൻസ് മിനിസ്ട്രീനെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ 36% ഡിസലോഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു രാജ്യസഭയിൽ, 37% ലോക്സഭയിലുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഈ പാർലമെൻ്ററി ഇൻ്റർവെൻഷൻസ് നമുക്കറിയാം 0 hour എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലേ. കുറച്ച് നേരത്തേക്ക് ഏകദേശം 1 hour ഓളം നമുക്ക് റാൻഡമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ 0 hour ഉള്ള യൂസേജ് 62% ഇൻക്രീസ് ചെയ്തു രാജ്യസഭയിൽ. ലോക്സഭയുടെ കേസിൽ 64% ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പം ഈ ഒരു ഇതാണ് ഇതിൻ്റെ ഒരു ഡേറ്റ ട്രെൻഡ് പാർലമെൻ്ററി അഫയേഴ്സിൽ ഉള്ള കാര്യങ്ങളുടെ ടോപ്പിക് വൈസ് ഉള്ള ട്രെൻഡിൻ്റെ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മൾ 18th നെക്സ്റ്റ് വരുന്നത് 18th ലോക്സഭയാണ്. ആ ലോക്സഭയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം? ഓക്കെ, റീവൈറ്റലൈസ് ലെജിസ്ലേറ്റീവ് എൻഗേജ്മെൻറ്റ് ആൻഡ് അപ്ഹോൾഡ് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ്, പിന്നെ സീസ് എവറി ഓപ്പർച്യൂണിറ്റി ഫോർ അക്കൗണ്ടബിലിറ്റി, കൺസ്ട്രക്റ്റീവ് ഡിബേറ്റ് ആൻഡ് സിറ്റിസൺ സെൻട്രിക് പോളിസി മേക്കിംഗ്. അപ്പം ആൾക്കാരുടെ അല്ലെങ്കിൽ നമ്മുടെ കോമൺ സിറ്റിസൻ്റെ നീഡ് ബേസ് ചെയ്തിട്ടുള്ള പോളിസി മേക്കിങ്ങിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം. ഫോസ്റ്റർ സ്ട്രോങ് ഓപ്പോസിഷൻ, അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അല്ലേ, കാരണം ഓപ്പോസിഷൻ്റെ വോയിസ് എപ്പോഴും ഹിയർഡ് ആകുന്നില്ല. ഇപ്പം ആ ഒരു രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴേക്കും നമുക്ക് ഈ ഡിസലോഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഡേറ്റ അതിനകത്ത് ഇടാൻ പറ്റും. ഓക്കെ, ഫോസ്റ്റർ സ്ട്രോങ് ഓപ്പോസിഷൻ ആൻഡ് പ്രൊആക്റ്റീവ് പാർലമെൻ്ററി oversight, address systematic challenges to oversight mechanism, promote a balanced approach to interventions for comprehensive deliberation. പിന്നെ these measures are essential for upholding principles of democracy and safeguard the interest of citizens. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ DNA അനാലിസിൽ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് 2 ന്യൂസസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാരണം അത് നമുക്ക് സ്ഥിരം വരുന്ന ടോപ്പിക്സാണ്, എക്കണോമി പിന്നെ നമ്മുടെ പൊളിറ്റിയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്, FCRA വന്നതും പിന്നെ റെപ്പോ റേറ്റൊക്കെ വന്നത്. പക്ഷേ 3rd ന്യൂസ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇച്ചിരി മനസ്സിലാക്കാൻ ഇച്ചിരി പാടായിരിക്കും. കാരണം അത് പ്യൂർലി ഡേറ്റ വൈസ് ഞാൻ എടുത്തൊരു ടോപ്പിക്കാണ്. കാരണം മെയിൻസിൽ നിങ്ങൾക്ക് ഈ ഡേറ്റ കോട്ട് ചെയ്യാൻ പറ്റും, അപ്പോൾ നിങ്ങൾക്ക് അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ സ്ലൈഡ് ഷെയർ ചെയ്യുമ്പോൾ ഈ ഡേറ്റാസ് എല്ലാം നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി പോവുക, ഈ പോയിൻറ്റ്സ് എല്ലാം നിങ്ങൾ നോട്ട് ഓൺ ചെയ്യുക. അപ്പോൾ ഈ ടോപ്പിക് വൈസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.